അധികാരത്തിന്റെ ഗർവവും അഹങ്കാരവും ജനാധിപത്യത്തിൽ എത്ര നാൾ വാഴും? ജനഹിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് കാടത്തം കാണിച്ച് അതിന് രക്ഷാപ്രവർത്തനം എന്ന ലേബലൊട്ടിച്ച് ന്യായീകരിച്ച ഒരു കാലം കേരളം അത്ര വേഗമൊന്നും മറക്കില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും 3 പോലീസുകാരും അടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കൊടുങ്കാറ്റായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഭരണം മാറുമ്പോൾ നിയമവും അതിന്റെ രീതിയിൽ സഞ്ചരിച്ചു തുടങ്ങും എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. UDF സർക്കാർ അധികാരത്തിൽ വന്നയുടൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ. ഇത് വെറും ഒരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് പ്രതികൾ കോടതിയിൽ വാദിച്ചെങ്കിലും കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ തള്ളിക്കളഞ്ഞു. ഇത് രാഷ്ട്രീയപരമായ പകപോക്കലൊന്നുമല്ല, മറിച്ച് അതേ പോലീസിന്റെ കാടത്തത്തിന് ലഭിച്ച അർഹമായ ശിക്ഷ കൂടെയാണ്. ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച യുവജന സംഘടനയിലെ പ്രവർത്തകരെ ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ വടികൊണ്ടും ലാത്തി കൊണ്ടും നേരിട്ടത് പോലീസുകാർ മാത്രമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട പേഴ്സണൽ ഗൺമാന്മാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി വന്ന് സമരക്കാരെ ക്രൂരമായിട്ടാണ് തല്ലിച്ചതച്ചത്. അന്ന് ആ ദൃശ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഉടനീളം മുഴുവൻ ആളുകളും കണ്ടതാണ്. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക എന്നതിനപ്പുറം അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയാണ് പോലീസ് അന്ന് വളരെ ക്രൂരമായ രീതിയിൽ ആ പ്രതികളോട് അല്ലെങ്കിൽ അത്തരം പ്രതിഷേധക്കാരോട് പെരുമാറിയത്. അധികാരികളെ സുഖിപ്പിക്കാൻ വേണ്ടി നിയമം കയ്യിലെടുത്ത പോലീസുകാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു അത്. ഈ അതിക്രമത്തെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് ന്യായീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. തന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയവരെ രക്ഷിക്കാൻ വേണ്ടി ഗൺമാൻ നടത്തിയ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ വിശദീകരണം. ഒരു മുഖ്യമന്ത്രിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ജനവിരുദ്ധ പരാമർശങ്ങളിൽ ഒന്നായി അത് പിന്നീട് മാറുകയും ചെയ്യും. വീട്ടിൽ പോയി ചോദിക്കട, കടക്കുപുറത്ത് തുടങ്ങിയ വാക്കുകൾ വരുത്തിവെച്ച അതേ ഡാമേജ് ആണ് രക്ഷാപ്രവർത്തനം എന്ന വാക്കും അദ്ദേഹത്തിന് വരുത്തിവെച്ചത്. വെറുതെ പറയുന്നതല്ല. ഭരണകൂടത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് പോലീസിന് അന്ന് ഈ വാക്കുകളിൽ നൽകിയത്. പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ അതിക്രമങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു ഭരണാധികാരി ആയിരുന്നു അന്ന് അദ്ദേഹം. കരിങ്കൊടി കാണിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുക, കാപ്പ ചുമത്താൻ ആലോചിക്കുക തുടങ്ങിയ ഫാസിസ്റ്റ് ശൈലിയാണ് മുൻ സർക്കാർ സ്വീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിച്ചാൽ എന്ത് ഗുണ്ടായുസവും പോലീസിന് കാണിക്കാം എന്ന അവസ്ഥയായിരുന്നു അന്ന് കേരളത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലായ പോലീസുകാരും ഗൺമാനും കോടതിയെ സമീപിച്ചപ്പോൾ പറഞ്ഞത് ഇത് പുതിയ UDF സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കൽ എന്നാണ്. മുൻ സർക്കാരിന്റെ അനുഭാവികളും അങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ കോടതി ഈ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. കാരണം ഇത് രാഷ്ട്രീയമല്ല, മറിച്ച് പച്ചയായ പോലീസ് അതിക്രമമാണ്. ഭരണകൂടത്തിന്റെ തണലിൽ സാധാരണ പൗരന്മാർക്കും സമരക്കാർക്കുമേൽ നടത്തുന്ന അതിക്രമങ്ങൾ ഏത് സർക്കാരിന്റെ കാലത്തായും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. മുൻ സർക്കാർ അത് മൂടിവെച്ചു, ഈ സർക്കാർ അത് പുറത്തു കൊണ്ടുവന്നു. മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ പ്രതിപക്ഷത്തോട് പലപ്പോഴും ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ തന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ആ കോംപ്രമൈസ് ലൈൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. സമരമുഖങ്ങളിൽ ചോര ചിന്തിയ സ്വന്തം പ്രവർത്തകർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ മുൻകരുതൽ കൂടെ. ഈ കേസിലെ നടപടികളിലൂടെ വ്യക്തമാകുന്നത് കേരളത്തിലെ ഭരണാധികാരി ശൈലികളിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം കൂടിയാണ്. ജനങ്ങളുടെ മേൽ ഗർവ് പ്രയോഗിച്ചാൽ ജനം അതിന് തിരിച്ചടി നൽകുമെന്ന വലിയ പാഠമാണ് ഈ തെരഞ്ഞെടുപ്പിലെ 102 സീറ്റിന്റെ UDFന്റെ പൂർണ്ണ വിജയം. കേവലമായ ഭരണവിരുദ്ധത മാത്രമല്ല, മറിച്ച് മുൻ സർക്കാരിന്റെ അഹങ്കാരത്തോടുള്ള ജനങ്ങളുടെ വിദ്വേഷം കൂടിയായിരുന്നു. ആ വിധി കൃത്യമായി മനസ്സിലാക്കിയ നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. പിണറായി വിജയനെ പോലെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പോലീസിന്റെ നടുവിൽ മാത്രം ജീവിക്കുന്ന ഒരു ശൈലിയല്ല അദ്ദേഹം നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. സാധാരണക്കാരും കുട്ടികളും അദ്ദേഹത്തെ വന്ന് കാണുന്നു, സംസാരിക്കുന്നു. എന്തിനേറെ പറയുന്നു, വേൾഡ് കപ്പിൽ ആര് ജയിക്കുമെന്ന് ചോദിക്കുന്ന കുട്ടിയോട് പോലും അദ്ദേഹം സൗമ്യമായി സംവദിക്കുന്നു. ജനവികാരം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള ശേഷിയാണ് ഒരു ജനാധിപത്യ നേതാവിന് വേണ്ടത് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 5 പോലീസുകാരുടെയും സസ്പെൻഷൻ കേരളത്തിലെ മുഴുവൻ പോലീസുകാർക്കുമുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. അധികാര കസേരകൾ ഒരിക്കലും ശാശ്വതമല്ല. ഇന്ന് നിങ്ങളെ തല്ലാൻ ആജ്ഞാപിക്കുന്ന രാഷ്ട്രീയ യജമാന്മാർ നാളെ നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തെടുക്കണം. നിയമവിരുദ്ധമായി പൗരന്മാരുടെ മേൽ കൈവച്ചാൽ അതിന് നാളെ നിയമത്തിന് മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൃത്യമാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് അതിക്രമങ്ങളെല്ലാം ഒന്നൊന്നായി വെളിച്ചത്ത് കൊണ്ടുവരാൻ പുതിയ സർക്കാർ കാണിക്കുന്ന ഈ ആർജവം
ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. നവകേരള യാത്രയിലെ ആ മർദ്ദനം രക്ഷാപ്രവർത്തനമല്ല, മറിച്ച് ശിക്ഷാർഹമായ കുറ്റകൃത്യം തന്നെയായിരുന്നു എന്ന് ഒടുവിൽ ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നു.